അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ ദിവ്യകാരുണ്യമാ യേശു എൻ ജീവനെ തേടിയെത്തും പാവന സുന്ദര രാത്രി ദാവീദിൻ സോനുവേ പാപിയാം എന്നെ നീ അലിവാൽ തൊടണേ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി. ഇന്നത്തെ അനുഗ്രഹ രാത്രിയിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു അനുഗ്രഹ രാത്രിയിലൂടെ കടന്നു പോകുന്നതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താലാണ് ഈ രാത്രിയിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പലർക്കും ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ മൂലം, രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മൂലം, സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ മൂലം ഈ ആരാധനയിൽ പങ്കെടുക്കാനായിട്ട്, ഈ രാത്രിയെ അനുഗ്രഹപ്രദമാക്കി മാറ്റുന്നതിനായിട്ട് സാധിക്കാതെ പോകുന്നു. എന്നാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ രാത്രിയിൽ ദൈവത്തോടുകൂടെ ചെലവഴിക്കുന്നതിനായിട്ട്, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ചൊരിയപ്പെടുമ്പോഴത് സ്വീകരിക്കുന്നതിനായിട്ട്, ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിനായിട്ട്, ദൈവം നൽകുന്ന വരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവം നമുക്ക് നൽകുന്ന ഈ വലിയ സൗഭാഗ്യത്തെ ഓർത്ത്, ദൈവം നമുക്ക് നൽകുന്ന ഈ വലിയ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അനുഗ്രഹ രാത്രിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്തോത്രം ഓ നാഥ നന്ദി ഓ നാഥ ആരാധന 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 ഓ നാഥ ആരാധന ഓ നാഥ സ്തോത്രം ഓ നാഥ നന്ദി ഓ നാഥ ആരാധന 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 ഓ നാഥ ആരാധന. നീയാണ് സ്നേഹം, നിത്യമാം സ്നേഹം, ദിവ്യകാരുണ്യമം സ്നേഹം. നീയാണ് സ്നേഹം, നിത്യമാം സ്നേഹം, ദിവ്യകാരുണ്യമം സ്നേഹം. നീയാണ് ഭോജ്യം, ജീവന്റെ ഭോജ്യം,
കൈവല്യദായക പൂജ്യം നീയാണ് പൂജ്യം ജീവന്റെ പൂജ്യം കൈവല്യദായക പൂജ്യം പൂർണ്ണാത സ്തോത്രം പൂർണ്ണാത നന്ദി പൂർണ്ണാത ആരാധന 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 പൂർണ്ണാത ആരാധന 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 ഓ നാദ ആരാധന 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 ഓ നാദ ആരാധന സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ നിമിഷത്തിൽ ജീവിതത്തിലേക്ക് ഓരോ നിമിഷവും അങ്ങ് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളെയും കൃപകളെയും ഓർത്ത്, എല്ലാ സംരക്ഷണത്തെയും ഓർത്ത്, എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തു പരിപാലിക്കുന്നതിനെ ഓർത്ത്, എല്ലാ ദുശീലങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് കടന്നു വരുന്നതിനെ ഓർത്ത്, സന്തോഷം നിറയ്ക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളുടെ ശരീരത്തെ ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ഞങ്ങളോടുകൂടെ ആയിരിക്കുവാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുവാനായിട്ടുള്ള വലിയ ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതാ ഈശോ നമ്മളോട് കൂടെ ആയിരിക്കുകയാണ്. അപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോ ഇതാ നമ്മോട് കൂടെ ആയിരിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ്റെ രൂപത്തിൽ ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് ഈശോ നമ്മോട് കൂടെ ആയിരിക്കുന്നത് അപ്പമായിട്ടാണ്, അപ്പത്തിൻ്റെ രൂപത്തിലാണ്. ഈ അപ്പത്തിൽ നമുക്ക് ഈശോയെ നമുക്ക് ദർശിക്കാം, ഈശോയെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകൾ തുറന്ന് നമ്മുടെ മധ്യത്തിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ആ കർത്താവെങ്കിലേക്ക് നമുക്ക് നോക്കാം. ഈശോയെ, നീ എന്നിലേക്ക് വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ ഈശോയ്ക്ക് വേണ്ടി നമുക്ക് തുറക്കാം. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് രക്ഷയുടേതായിട്ടുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സക്കേവൂസിൻ്റെ ഭവനത്തിൽ ഈശോ കടന്നു ചെന്നപ്പോൾ അവന് മാത്രമല്ല, അവൻ്റെ ഭവനത്തിന് മുഴുവനും രക്ഷയുടെ അനുഭവം ലഭിക്കുകയുണ്ടായി. ഈശോ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും നമ്മുടെ അയൽപക്കത്തുള്ളവർക്കുമെല്ലാം രക്ഷയുടെ അനുഭവം കൊടുക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. ആ ഈശോയെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ ഈശോയ്ക്കായിട്ട് നമുക്ക് തുറക്കാം. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ എന്നിൽ വരണമേ, എന്നിൽ വന്ന് നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സന്തോഷവും സൗരഭ്യവും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയിലേക്ക് നമുക്ക് നമ്മുടെ ദൃഷ്ടി ശ്രദ്ധിക്കാം. 2000 വർഷങ്ങൾക്ക് മുൻപ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് കടന്നുപോയ കർത്താവ്
രോഗികളെ സുഖപ്പെടുത്തിയ കർത്താവാണ് നമ്മുടെ മുൻപിലായിരിക്കുന്നത്. ലാസറിനെ ഉയർപ്പിച്ച കർത്താവിനെ നമുക്ക് ഈ അപ്പത്തിൽ ദർശിക്കാം. ജായിരൂസിന്റെ മകളെ ഉയർപ്പിച്ച കർത്താവിനെ നമുക്ക് ഈ അപ്പത്തിൽ കാണാം. ന്യായമിലെ വിധവയുടെ ഏകമകനെ ഉയർപ്പിച്ചവൾക്ക് കൊടുത്ത കർത്താവിനെ നമുക്കിവിടെ കാണാം. അന്ധർക്ക് കാഴ്ച നൽകിയ കർത്താവിനെ, ചെകിടർക്ക് കേൾവി ശക്തി നൽകിയ കർത്താവിനെ, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ കർത്താവിനെ, വിശക്കുന്നവർക്ക് അപ്പം വർദ്ധിപ്പിച്ച് വിശപ്പടക്കിയ കർത്താവിനെ നമുക്ക് ഈ അപ്പത്തിൽ ദർശിക്കാൻ സാധിക്കട്ടെ. ആ ഈശോയുടെ സന്നിധിയിലാണ് നമ്മളെന്ന ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുന്നതിനുള്ള ശക്തി അവൻ തരും എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈശോയെ, നീ എന്നിൽ വന്ന് നിറയണമേ, നീ എന്നിൽ വന്ന് വസിക്കണമേ എന്ന് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സന്നിധിയിലായിരിക്കുന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, നമുക്കവനെ ആരാധിക്കാം, നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. കാരണം നാം എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന ആ വലിയ വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇപ്പോൾ നമുക്കിവിടെ ആയിരിക്കാൻ സാധിക്കുന്നതും നാളെ നമ്മുടെ പ്രവർത്തന മേഖലകളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നതും എല്ലാം അവൻ്റെ ശക്തിയാലാണ്, അവൻ്റെ അനുഗ്രഹത്താലാണ് എന്ന വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, സമസ്തവും നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ കഴിവുകൾ, നമ്മുടെ കഴിവുകേടുകൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ശാരീരികമായ ശക്തി, ഇതെല്ലാം നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. കർത്താവ് അറിയാതെ, കർത്താവ് മനസ്സ് വയ്ക്കാതെ ഒന്നും, കർത്താവിൻ്റെ പദ്ധതിയുടെ ഭാഗമല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന ആ വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അങ്ങനെ അവൻ നൽകുന്ന എന്തിനും നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കട്ടെ. മനുഷ്യരുടെ എല്ലാം ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സഹനം അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന്. പലതരത്തിലുള്ള സഹനങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നു. ശാരീരികമായിട്ടുള്ള സഹനങ്ങൾ, മാനസികമായിട്ടുള്ള സഹനങ്ങൾ, ആത്മീയമായിട്ടുള്ള സഹനങ്ങൾ, ഇങ്ങനെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള സഹനങ്ങൾ നമുക്ക് കണ്ടുമുട്ടുന്നതിനായിട്ട് സാധിക്കും. സഹനത്തെ പലപ്പോഴും നമ്മൾ ഒരു മോശമായിട്ടാണ് അല്ലെങ്കിൽ ശാപമായിട്ടൊക്കെയാണ് കണക്കാക്കുന്നത്. സഹനത്തിൻ്റെ മുൻപിൽ നമ്മൾ പലപ്പോഴും പകച്ചു നിന്ന് പോയിട്ടുണ്ട്. ദൈവത്തോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സഹനങ്ങൾ നൽകുന്നത് എന്ന്. അവിചാരിതമായിട്ട് നഷ്ടങ്ങളും പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിച്ചു പോകും, ദൈവമേ, എന്തുകൊണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന്. നമ്മുടെ പ്രിയപ്പെട്ടവർ, ഉറ്റവർ പെട്ടെന്ന് നമ്മിൽ നിന്നും മരണം വഴി വേർപിഴിയുമ്പോൾ നമ്മൾ ചോദിച്ചു പോകും, ദൈവമേ, എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്ന്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അന്ധനായ ഒരു മനുഷ്യനെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ്, ഇവൻ അന്ധനായിരിക്കുന്നത് ആരുടെ പാപം മൂലമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമാണോ എന്ന്. എന്നാൽ ഈശോ അതിന് കൊടുക്കുന്ന മറുപടി, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് എന്നാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സഹനങ്ങളും വേദനകളുമൊക്കെ നൽകുന്നത് എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹനങ്ങളിലൂടെ, നമ്മുടെ വേദനകളിലൂടെ, നമ്മുടെ കഷ്ടപ്പാടുകളിലൂടെ ദൈവം തൻ്റെ പ്രവൃത്തികൾ പ്രകടമാക്കുന്നു എന്ന ആ വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരുന്നതിനായിട്ട് സാധിക്കട്ടെ. പഴയ നിയമത്തിൽ ആളുകൾ വിചാരിച്ചിരുന്നു സഹനം പാപത്തിനുള്ള ശിക്ഷയാണ് എന്ന്. പാപത്തിൻ്റെ ഫലമായിട്ടാണ് രോഗങ്ങളും
അതുപോലെ തന്നെ വേദനകളുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനത്തോടാണ് ഈശോ പറയുകയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ദൈവം സഹനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകുന്നത് എന്ന്. പ്രിയപ്പെട്ടവര്, സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപകരണമായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും മാറ്റുന്നു എന്ന വലിയ ഉൾക്കാഴ്ചയിലേക്ക് നമുക്ക് കടന്നു വരുന്നതിനായിട്ട് നമുക്ക് സാധിക്കണം. സഹനം, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന സഹനം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് കാണുന്നതിന്, സ്വീകരിക്കുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സഹനത്തെ നമ്മൾ ദർശിക്കുന്നത് യേശുവിൻ്റെ കുരിശുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. തൻ്റെ പീഡാസഹനത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ഈശോ സഹനത്തെ രക്ഷാകരമാക്കി മാറ്റി. ക്രിസ്തു സഹിക്കണമെന്നുള്ളത് ദൈവനിശ്ചയമായിരുന്നു. ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുചേർന്നുകൊണ്ട് ആ അടിയുറച്ച വിശ്വാസ വീക്ഷണത്തിൽ ക്രൈസ്തവര് നമ്മൾ ഓരോരുത്തരെയും സഹനത്തെ രക്ഷാകരമാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. യേശുവിനോട് ചേർന്നുള്ള സഹനം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ അടയാളവും വരവുമായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കട്ടെ. ക്രിസ്തു തൻ്റെ സഹനത്തെ രക്ഷാകരമാക്കി മാറ്റിയതിലൂടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഉയർപ്പിനെയും എല്ലാം രക്ഷാകരമാക്കി മാറ്റിയതുപോലെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സഹനത്തെയും രക്ഷാകരമാക്കി മാറ്റുന്നതിനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ സഹനത്തിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയുണ്ട് എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 56-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവേ, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ എന്ന്. നമ്മുടെ അലച്ചിലുകളും നമ്മുടെ കണ്ണീരുകളുമെല്ലാം ദൈവം ശേഖരിച്ച് തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവ് കാണാത്ത, കർത്താവ് അറിയാത്ത ഒരു സഹനവും ഒരു വേദനയും നമുക്കില്ല എന്ന വലിയ അവബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ സഹനത്തെ നമുക്ക് യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെക്കാം. നമ്മുടെ സഹനങ്ങളെയെല്ലാം രക്ഷാകരമാക്കി ഈശോ മാറ്റിയതുപോലെ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി മാറ്റുന്നതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ സഹനത്തിന് വിലയുണ്ട്, നമ്മുടെ സഹനത്തിന് മൂല്യമുണ്ട്, അർത്ഥമുണ്ട് എന്ന ബോധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ സഹനത്തെ, നമ്മുടെ വേദനകളെ, നമ്മുടെ അസ്വസ്ഥതകളെ, നമ്മുടെ മാനസികമായിട്ടുള്ള നൊമ്പരങ്ങളെ എല്ലാം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ സഹനങ്ങളെ മുഴുവനും നമുക്ക് ഇറക്കി വയ്ക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ശാരീരികമായിട്ടുള്ള സഹനങ്ങളെ നമുക്ക് ഇറക്കി വയ്ക്കാം. കർത്താവേ, അങ്ങ് ആ സഹനങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരണമേ. അവയെ മാറ്റുവാനല്ല, അവയെ ഏറ്റെടുക്കുവാനായിട്ടുള്ള ശക്തി എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവയുടെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ടുള്ള കഴിവ് എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ സഹനങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഇപ്പോൾ കർത്താവിനെ പാട്ടുപാടി സ്തുതിച്ച് ആരാധിക്കാം.
മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളിൽ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. നമ്മുടെ ശാരീരികമായിട്ടുള്ള എല്ലാ സഹനങ്ങളെയും വേദനകളെയും നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ രോഗത്തിൻ്റെതായിട്ടുള്ള എല്ലാ പീഡകളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമുക്ക് അനുഭവപ്പെടുന്ന എല്ലാ സഹനങ്ങളും വേദനകളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവയൊക്കെ ഏറ്റെടുക്കുന്നതിന് സഹിക്കുന്നതിനുള്ള ശക്തിയും കൃപയും കർത്താവെ അങ്ങ് അവിടുത്തെ കുരിശിൽ നിന്നും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. മേശത്തിൻ മുള്ളുകൾക്കിടയിൽ വേദനയിൽ ഞാൻ പിടഞ്ഞു. പരിഹാസവാക്കിൻ നടുവിൽ ഇടനെഞ്ചു നീറി കരഞ്ഞു. ആ നേരമെൻ മുൻപിൽ തെളിഞ്ഞു ക്രൂശിതമാം ദിവ്യരൂപം. ആശ്വാസത്തോടെ ഞാൻ നുകർന്നു ആ ദിവ്യനാഥന്റെ സ്നേഹം. ആ ദിവ്യനാഥന്റെ സ്നേഹം. മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളിൽ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോ. സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോ. ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ. അതിൻ പേരല്ലോ സഹനം. അതിൻ പേരല്ലോ സഹനം. നമ്മുടെ ആന്തരികമായിട്ടുള്ള വേദനകൾ, നമ്മുടെ നൊമ്പരങ്ങൾ, നമ്മുടെ ദുഃഖങ്ങളെല്ലാം നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇപ്പോഴും സമർപ്പിക്കാം. കർത്താവ് അങ്ങ് അവയെല്ലാം സുഖപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരുടെ പരിഹാസം മൂലം, മറ്റുള്ളവരുടെ ക്രൂരമായ പെരുമാറ്റങ്ങൾ മൂലം നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ സഹനങ്ങളെയും വേദനകളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ അപകർഷതാബോധത്തിൽ നിന്നും നമുക്കുണ്ടായിട്ടുള്ള എല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ദുശീലങ്ങൾ മൂലം നമ്മൾ സഹിക്കേണ്ടി വന്നിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള വേദനകളെ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അങ്ങ് അവയെല്ലാം സുഖപ്പെടുത്തണമേ. അങ്ങയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ആ സഹനങ്ങളിൽ നിന്നല്ല ഞങ്ങൾക്ക് മോചനം നൽകണമേ, രക്ഷ നൽകണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you Jesus, Jesus. ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേദനകളെ, ദുഃഖങ്ങളെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുറിവേറ്റ ഞങ്ങളുടെ ഹൃദയങ്ങളെ സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യായുടെ പ്രവചനം 30-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും
നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ കാണും എന്നും. കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ കാണും. നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈശോ നമ്മെ ആഹ്വാനം ചെയ്യുന്നത് നിന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുവാനാണ്. നമ്മുടെ കുരിശെടുത്തുകൊണ്ട് ഈശോയെ നമുക്ക് അനുഗമിക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം ആ കുരിശിൻ്റെ ഒരറ്റത്ത് ഈശോ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അത് എടുത്തുകൊണ്ട് അത് വഹിച്ചു കൊണ്ടുപോകുന്നതിനായിട്ട് നമുക്കൊരിക്കലും സാധിക്കുകയില്ല. ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കുരിശുകളെയും നമ്മുടെ ഭാരങ്ങളെയും എല്ലാം വഹിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ വേദനകളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ സഹനങ്ങളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ എന്ന ഒരു ബോധ്യം ഈ സഹനത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ശക്തി നൽകുന്നതാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും സഹനങ്ങളെയും എല്ലാം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് എടുത്തു വയ്ക്കാം. നമ്മുടെ ശാരീരികമായിട്ടുള്ള സഹനങ്ങളെ നമുക്ക് എടുത്തു വയ്ക്കാം. നമ്മുടെ മാനസികമായിട്ടുള്ള സഹനങ്ങളെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ രോഗികളായിട്ട് വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എടുത്തു വയ്ക്കാം. ഈശോ അങ്ങ് അവരെ തൊടണമേ, തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് പരാതി കൂടാതെ സഹിക്കുവാനായിട്ടുള്ള ശക്തി കൃപ ധാരാളമായിട്ട് നൽകണമേ എന്ന് നമുക്ക് അവരെ എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ. ദൈവത്തോടു കൂടി ആയിരിക്കാനായിട്ട് ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ നിമിഷത്തിൽ നമുക്ക് വന്നുപോയിട്ടുള്ള തെറ്റുകളെയും കുറ്റങ്ങളെയും ഓർത്ത് നമുക്ക് കർത്താവിനോട് മാപ്പ് ചോദിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ ശിരസ് നമിച്ച് സ്വീകരിക്കാം. സ്തോത്രം ഓ നാഥ നന്ദി, ഓ നാഥ ആരാധന, 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 ഓ നാഥ ആരാധന, ഓ നാഥ സ്തോത്രം, ഓ നാഥ നന്ദി, ഓ നാഥ ആരാധന, 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 ഓ നാഥ ആരാധന, 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 ഓ നാഥ ആരാധന, ഓ നാഥ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും മനുഷ്യമക്കളോടുകൂടെ ആയിരിക്കുവാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹ